Assalamualaikum, welcome back to my channel. ഇപ്പോൾ 2-3 ഡേയ്സായിട്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, ലോങ് വീഡിയോസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗ് എടുക്കാമെന്ന്. ഇതിപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ ഇക്കാക്ക ഡ്യൂട്ടിക്ക് പോയപ്പോൾ മോന് പിന്നാലെ പോയതാട്ടോ. പിന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്നേ ഇല്ല. അപ്പോൾ ഞാനിതാ ഡോറ് ക്ലോസ് ചെയ്ത് കണ്ട് ഈ ഒരു ഹാളിൽ കൂടെ നോക്കും. അപ്പോൾ അവന് ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുക്കലാണ്. Come. Close the door. Hi, close the door. ഇനി മോന് ഫുഡ് കൊടുക്കണം. ഇത് ഞാനൊരു യൂട്യൂബിൽ കണ്ടിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. മോന് ഒന്നും കഴിക്കില്ല. അവന് എന്നും ഞാൻ കഞ്ഞി തന്നെയാണ് ഈവനിങ് കൊടുക്കൽ. അപ്പോൾ ഞാനൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കണ്ട് ഇത് കൊടുക്കാമെന്ന് കരുതി. എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്കും എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷനും ഈ ഒരു കാര്യത്തിലാണ്. ഇവനെ ഫുഡ് കഴിപ്പിക്കൽ. കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പൊട്ടാറ്റോ ഫ്രൈ ആണ്. ഞാൻ യൂട്യൂബിൽ കണ്ട് സെർച്ച് ചെയ്ത് കണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയൊരു ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ചെറുതായിട്ട് പൊട്ടാറ്റോ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുകെടുത്ത് പൊട്ടിക്കട്ടോ. പിന്നെ കുറച്ച് ക്യൂമിൻ സീഡ്സും ഇട്ട് അതൊന്നായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്യാവശ്യത്തിന് ഉപ്പിട്ട് കണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അത് വേവാനാണ്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ അവന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയ പാത്രങ്ങളാട്ടോ. അപ്പോൾ ഫുഡൊന്ന് കഴിക്കാഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു കളേഴ്സുള്ള പാത്രത്തിൽ കൊടുത്താൽ റെഡിയാവും വിചാരിച്ച് അങ്ങനെ വാങ്ങിയത്. ഇനി പക്ഷെ അവൻ അതും കഴിച്ചിട്ടില്ല. ഞാൻ കഞ്ഞി തന്നെ ലാസ്റ്റ് കൊടുത്തിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോവാണ്. എൻ്റെ റൂംമേറ്റും ഉണ്ട് കൂടെ, അവളെ മോളും ഉണ്ട്. ഞങ്ങൾ 2 പേരും ഇവിടെ ഒരു ബ്രാൻഡ്സ് ഫോർ ലെസ് എന്നൊരു ഷോപ്പുണ്ട്. കുറച്ച് ദൂരെയാണത്, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാൻ വിചാരിച്ചു. ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഡോറുണ്ടല്ലോ, അവിടെ ഒരു പ്രത്യേകിച്ച് എന്തെന്ന് എനിക്കറിയില്ല, പുറത്തിങ്ങനെ ലൈറ്റൊക്കെ ഒരു വിളക്ക് പറയില്ലേ, ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആയി ഈ ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ പോകണം വിചാരിച്ചിട്ട്. കാരണം ഞങ്ങൾ ടാക്സിയിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഷോപ്പ് കാണാം. ഒരു അപ്സ്റ്റെയറൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. കുറേ ഡ്രസ്സ് ഇങ്ങനെ കാണാം നമുക്ക് ഡിസ്പ്ലേയിൽ. അപ്പോൾ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അവളെ ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അവളെയും കൂട്ടി പോയി. ഞങ്ങൾ അവിടെ എത്തി. ബട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല. പിന്നെ മേലെ പോയി നോക്കിയപ്പോഴും അവിടെയും നമ്മളെ ടേസ്റ്റിന് പറ്റിയ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അവിടെ ആൾക്കാരും ഉണ്ട്. കാരണം അത് അവരെ ടേസ്റ്റ് ആയിരിക്കും, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഏതും അങ്ങനെ ഇഷ്ടമായില്ല. അപ്പോൾ അവിടെ ഫുള്ളൊന്ന് കാണാൻ വിചാരിച്ചു. അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ കോസ്മെറ്റിക്സ്, പിന്നെ ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നും കണ്ണൊക്കെ പിടിക്കണില്ല. ഇതാണ് അപ്സ്റ്റെയറിൽ വരുന്നത്.
കുറേ ഡ്രസ്സുകളുണ്ട്, ഇഷ്ടം പോലെ ഡ്രസ്സുകളുണ്ട്, കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ടേസ്റ്റൊന്നുമല്ല. ഇത് ഇവിടെ ലിഫ്റ്റില്ല, അപ്പോൾ നമ്മൾ സ്റ്റെയർ തന്നെ കയറണം. രണ്ടാൾ കൂടിയും ഒരു സ്ട്രോളെടുത്ത് കയറ്റലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒന്നും ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡ് എടുക്കലും എല്ലതും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇക്കാൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. കാക്കത് അന്ന് രാവിലെ ഒരു റേസ് കൊണ്ടുവന്നിനി, അപ്പോൾ അത് മാറിപ്പോയി. അപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കാനുണ്ട്, കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്. അങ്ങോട്ട് പോവാണ്. ഞാൻ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് KFC കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള KFC കയറി. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇഹാന ഉറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ അവനെ മടിയിൽ വെച്ചേക്കാണ്. അങ്ങനെയാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. ഞങ്ങളെ കൂടെ ഇക്കാൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളും കൂടി ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.